ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യക്കാർക്കുള്ള വിസ ഇളവ് അവസാനിപ്പിച്ച് ഇറാൻ. മനുഷ്യക്കടത്തും തട്ടിക്കൊണ്ടുപോകൽ കേസുകളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിസാരഹിത പ്രവേശനം നിർത്തലാക്കിയത്. മനുഷ്യക്കടത്തും തട്ടിക്കൊണ്ടുപോകൽ കേസുകളും വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിസാരഹിത പ്രവേശനം ഇറാൻ അവസാനിപ്പിച്ചത്. ഈ മാസം 22 മുതലാണ് തീരുമാനം പ്രാബല്യത്തിലാകുക. നവംബർ 22 ശേഷം ഇറാനിൽ പ്രവേശിക്കുന്നതിനും ഇറാനിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും സാധാരണ പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യൻ യാത്രക്കാരും മുൻകൂട്ടി വിസ എടുക്കേണ്ടിവരും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാവണം യാത്രയെന്നാണ് മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ്. ക്രിമിനൽ പ്രവർത്തനങ്ങൾ സജീവമായതായി ശ്രദ്ധയിൽ വന്നതോടെയാണ് ഗവൺമെന്റ് ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. തൊഴിലും മറ്റു രാജ്യത്തേക്കുള്ള തുടർ യാത്രയും വാഗ്ദാനം നൽകി ഇന്ത്യൻ പൗരന്മാരെ ഇറാനിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ അടുത്തിടെ പുറത്തുവന്നിരുന്നു. സാധാരണക്കാർക്ക് നൽകിയ വിസാരഹിത പ്രവേശനം ദുരുപയോഗം ചെയ്താണ് ഇത്തരം ക്രിമിനൽ പ്രവർത്തികൾ നടത്തിയിരുന്നത്. ഇത്തരത്തിൽ ഇറാനിലെത്തിയ പലരെയും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോകുന്നതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിനോദസഞ്ചാരത്തിനായി ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ രാജ്യം സന്ദർശിക്കാനുള്ള പദ്ധതി 2024 ഫെബ്രുവരി 4 മുതലാണ് ഇറാൻ നടപ്പിലാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിലെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിച്ചു. രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. വനിതാ ജീവനക്കാർക്കുള്ള പ്രസവാവധി നിഷേധിക്കുന്ന സ്ഥാപന ഉടമകൾക്ക് പിഴ ചുമത്തുന്നത് ഉൾപ്പെടെ ഒട്ടേറെ വ്യവസ്ഥകളും നിയമലംഘനങ്ങളുടെ പിഴകളും തൊഴിൽ മന്ത്രാലയം പുതുക്കി. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുള്ള പ്രസവാവധി നൽകുന്നതിൽ തൊഴിലുടമ പരാജയപ്പെട്ടാൽ 1000 റിയാൽ പിഴ ചുമത്തും. എന്നാൽ പ്രസവാവധി നിഷേധിക്കപ്പെട്ട സ്ത്രീ ജീവനക്കാരുടെ എണ്ണമനുസരിച്ച് ഈ പിഴത്തുക ഇരട്ടിയായി തൊഴിലുടമ ഒടുക്കേണ്ടിവരും. ജീവനക്കാർക്കുള്ള യൂണിഫോം, ഡ്രസ് കോഡ് പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയും കനത്ത പിഴ ചുമത്തും. നിയമം ലംഘിക്കുന്ന സ്ഥാപന ഉടമകൾക്ക് പരമാവധി 3 ലക്ഷം റിയാൽ വരെ പിഴ ശിക്ഷയായി ലഭിക്കാം. ജോലിസ്ഥലത്തെ മോശം പെരുമാറ്റ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമകൾക്കെതിരെ 1000 മുതൽ 3000 റിയാൽ വരെ പിഴ ചുമത്തും. ലൈസൻസ് ഇല്ലാത്ത റിക്രൂട്ട്മെന്റ്, ഔട്ട്സോഴ്സിംഗ് പ്രവർത്തനങ്ങൾക്കും സൗദികളെ നിയമിക്കുന്നതിലെ ക്രമക്കേടുകൾക്കും വൻ പിഴയാണ് പുതിയ ചട്ടങ്ങൾ നിർദ്ദേശിക്കുന്നത്. മന്ത്രാലയ ലൈസൻസ് ഇല്ലാതെ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ തൊഴിൽ സേവനങ്ങളിൽ ഏർപ്പെടുന്നതിന് 2 ലക്ഷം മുതൽ 2,50,000 റിയാൽ വരെ പിഴ ചുമത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാൻ വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് അതിവേഗ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭിക്കും. വ്യോമയാന മേഖലയിലെ നൂതന സാങ്കേതികവിദ്യ അവതരിപ്പിക്കുന്നതിന് ഭാഗമായി വൈഫൈ 7 അവതരിപ്പിച്ചു. യാത്രക്കാർക്കായി വൈഫൈ 7 അവതരിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളമായി ഒമാനിലെ വിമാനത്താവളങ്ങൾ മാറി. ആഗോള സാങ്കേതിക രംഗത്തെ മുൻനിരയിലുള്ള ഹുവാവേയുമായി സഹകരിച്ചാണ് അതിവേഗ കണക്ടിവിറ്റി ഒരുക്കുന്നത്. ഗണ്യമായി ഇന്റർനെറ്റ് വേഗതയേറിയതും ശക്തമായ സുരക്ഷയും യാത്രക്കാർക്ക് കൂടുതൽ വിശ്വസനീയമായ കണക്ഷനും വാഗ്ദാനം ചെയ്യുന്നതാണ് ഒമാനിലെ വിമാനത്താവളങ്ങളിൽ ലഭ്യമായ പുതിയ സംവിധാനമെന്ന് അധികൃതർ പറയുന്നു. വ്യോമയാന മേഖലയിലുടനീളം നൂതന സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കുന്നതിനുള്ള ഒമാന്റെ വിശാലമായ ശ്രമങ്ങളെയാണ് ഈ മുന്നേറ്റം അടിവരയിടുന്നത്. സ്മാർട്ട് ഇൻഫ്രാസ്ട്രക്ചറിനും ലോകോത്തര സേവനങ്ങൾക്കും വേണ്ടിയുള്ള രാജ്യത്തിന്റെ വിഷൻ 2040 ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയാണ് ഇതിലൂടെ സാധ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.